90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ആ കയ്യിലോ അമ്മാനയാട്ടം, ഈ കയ്യിലോ പാൽക്കാവടി, കാലം പകർന്നു തുടിതാളം. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. തഴുകിയിരുമുളമിതൾ മീട്ടി, ഇതളുകളിൽ നിറകതിര് തൊടുകുറികൾ ചാർത്തി. ഇളവയിൽ തഴുകിയിരുമുകുളമിതൾ മീട്ടി, ഇതളുകളിൽ നിറകതിര് തൊടുകുറികൾ ചാർത്തി. ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി, ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി, ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. താനേ ചിരിക്കും താരങ്ങൾ പോലെ, മണ്ണിന്റെ മാറിൽ മാന്തളിര് പോലെ. മാറു മൃദുശോഭകളെ ഭൂമി വരവേൽക്കയായി. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. പ്രണവമധു നുകരുവതിനുണരുമൊരു ദാഹം, കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. പ്രണവമധു നുകരുവതിനുണരുമൊരു ദാഹം, കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ, ഉണ്മയതിനുള്ളിലെരിയുന്ന ഘടദീപം. മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ, ഉണ്മയതിനുള്ളിലെരിയുന്ന ഘടദീപം. കാണാനുഴറുന്നു നാടായ നാടും, കാടായ കാടും തേടിയലയുന്നു. ഏതു പൊരുൾ തേടിയതു കാനൽ ജലമായതോ. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ആ കയ്യിലോ അമ്മാനയാട്ടം, ഈ കയ്യിലോ പാൽക്കാവടി, കാലം പകർന്നു തുടിതാളം. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈ ആഘോഷരാവിലേക്ക് സ്വാഗതം. ശരിക്കും ഞാൻ എന്നും പറയാറുണ്ട് പൂക്കുറ്റി പൂക്കുറ്റി അടി പൂക്കുറ്റി എന്ന്. ഇന്നാണ് പൂക്കുറ്റി. കാരണം എന്താണ്? ഇന്ന് ദീപാവലിയാണ്. മറ്റൊരു കാര്യം, ഇന്ന് ശിശുദിനമാണ്. അതുമല്ലാത്തൊരു കാര്യം, ടോപ്പ് സിംഗറിൻ്റെ സീസൺ 2-ൻ്റെ 2ാം ഭാഗത്തിൻ്റെ 50ാമത്തെ ദിവസം കൂടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇത് ഒരു ആഘോഷരാവ്, ഒരു തിമിർപ്പ് അടിച്ച് പൊളിക്കാം. അതിനൊരു അതിഥി വേണം. നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട്. മറ്റാരുമല്ല,
ഒരു വലിയ സംഗീത പ്രേമിയും ഫ്ലവേഴ്സ് ടിവിയുടെ ചെയർമാനുമായ ഗോകുലം ഗോപാലേട്ടൻ. അദ്ദേഹമില്ലാതെ എന്ത് ആഘോഷം. ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഫ്ലവേഴ്സ് ടിവി ശൃംഖലയുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ. കഠിനവും അക്ഷീണവുമായ പ്രവർത്തന നൈരന്തര്യം ഒരു വ്യക്തിയെ വിജയ സോപാനത്തിലെത്തിക്കുമെന്നതിന്റെ ജീവിത മാതൃകയാണ് ഗോകുലം ഗോപാലൻ. വിശ്രമരഹിതമായ ജീവിത വഴികളിലൂടെ ഉയരങ്ങൾ ഒരുപാട് താണ്ടിയപ്പോഴും ഈ മനുഷ്യൻ കാട്ടുന്ന അപാരമായ ഹൃദയ നൈർമല്യം എതിരാളികളുടെ പോലും ആദരവ് പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഗോകുലം എന്ന വ്യവസായ ശൃംഖല ആത്മവിശ്വാസത്തിന്റെ എല്ലുറപ്പിൽ അദ്ദേഹം ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ശ്രീ ഗോകുലം ഗോപാലന്റെ സ്നേഹ സാന്നിധ്യം ഇനി 90+ മൈ ട്യൂഷൻ ആ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിലെ പാട്ടുകുരുന്നുകളിലേക്ക് ഒരു അനുഗ്രഹ വർഷമായി നിറയാൻ പോവുകയാണ്. ശ്രീ ഗോകുലം ഗോപാലന് 90+ മൈ ട്യൂഷൻ ആ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിലേക്ക് സ്നേഹ സ്വാഗതം. ചേട്ടാ, വീണ്ടും ഒരു സ്വാഗതം. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരു സ്വാഗതം പറയുന്നു. കാരണം ചേട്ടൻ എല്ലാ എപ്പിസോഡുകളും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ചേട്ടൻ ഇതിന്റെ ചെയർമാൻ എന്നൊക്കെ ഉള്ള അതിനുപരി ഒരു വലിയ സംഗീത ഉപാസകനാണല്ലേ, സംഗീത ആസ്വാദകനാണ്. ചേട്ടൻ ഈ വർഷത്തെ പുതിയ നമ്മുടെ സീസൺ 2 അതിനെപ്പറ്റി എന്ത് ചേട്ടൻ പറയുന്നു? എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ കുട്ടികളുടെ പ്രകടനങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു പ്രതീകമാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിനെ നിയന്ത്രിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാം തന്നെ ഒരു ടോപ്പ്, അതായത് ഇന്ന് വരെ നടന്നിട്ടുള്ള ഈ ചാനലിൽ ഏറ്റവും നല്ല ഒരു പ്രകടനമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര ആളുകൾ പോയി കണ്ടാലും ആളുകളൊക്കെ സംസാരിക്കുന്ന ടോപ്പ് സിംഗർ, നിങ്ങളുടെ ടോപ്പ് സിംഗർ സൂപ്പറാണെന്നാണ്. അത് ഒരു എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, നമ്മൾ ചാനലായത് കൊണ്ട് അങ്ങനെ പറയുന്നതല്ല, യഥാർത്ഥത്തിൽ മനസ്സോട് പറയുന്നതാണ്. പിന്നെ രണ്ടാമത് ഇപ്പം വന്ന കുട്ടികളെ പറയുകയാണെങ്കിൽ ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഞാനൊരു ആസ്വാദകൻ മാത്രമാണ്. കാരണം സംഗീതം എന്ന് പറയുമ്പോൾ അതൊരു ദൈവത്തിനെയും ജനങ്ങളെയും അടുപ്പിക്കുന്ന ഒരു പാലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയും നല്ല ആ സംഗീതം, ദൈവത്തിനെ ഓർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദൈവത്തിനെ ഓർത്തുകൊണ്ട് നമ്മൾ എപ്പോഴും മാനസികമായി ഒരു സന്തോഷം കിട്ടുന്ന ഒന്നാണ് ഈ സംഗീതം. ആ സംഗീതത്തിലെ ഇത്രയും ചെറിയ കുട്ടികൾ 5-ാം വയസ്സ് 6-ാം വയസ്സിൽ നമുക്കൊന്നും അറിയാം, നമ്മളൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. അന്ന് ഫസ്റ്റ് 1-ാം ക്ലാസ് പോയി ചേർക്കുമ്പോൾ നമുക്ക് ലോകം അറിയാത്ത കുട്ടികൾ ഇന്ന് 5-6-ാമത്തെ വയസ്സിൽ ആ കുട്ടികൾ പാടുന്ന കണ്ട സംഗീതത്തിൻ്റെ ഉച്ചന്ന രീതിയിലെത്തിയ ഒരു കുട്ടികൾ പാടുന്ന പ്രതീകമാണ് നമുക്കുണ്ടാകുന്നത്. ഇത് സത്യത്തിൽ അത് അവരെ മാത്രം, അവരുടെ മുമ്പിൽ മാത്രമല്ല, ഞാൻ അവരെ വനോളം പുകഴ്ത്തുകയാണ്. അവർക്ക് എന്നും ഈ പരിപാടിയിൽ അവർ ഏറ്റവും വിജയിച്ച് ലോകം മുഴുവനും ശ്രദ്ധ നേടണം, അതിനുള്ള കഴിവ് അവർ കാണിക്കണം. അതിന് ദൈവം അവർക്ക് കരുത്തുണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ചേട്ടാ, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഷോ ഇത്രയും ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത്, അതും ഫ്ലവേഴ്സിൽ. ഇപ്പം അതിനേക്കാട്ടിൽ ഉയരങ്ങളിലോട്ട് പോവുകയാണ്. ഒരു മികച്ച സെറ്റും കൂടെ നമുക്ക് വന്നു, 12K വിസ്താര. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വിസ്മയമായിട്ട് മാറിയിരിക്കുകയാണ് ടോപ്പ് സിംഗർ മുകേഷാണ് ഈ സീസൺ 2-ന്റെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാലും മുകേഷിന്റെ കഥകൾ കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ് കേരളത്തിന്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ. മുകേഷ് കഥകൾ. വെൽക്കം ടു ദ ഡയസ്. ശ്രീകുട്ടൻ പറഞ്ഞതുപോലെ കഥകളെന്ന് പറഞ്ഞാൽ എല്ലാ സത്യസന്ധമായ കഥകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. ഇതിപ്പം ഗോപാലൻ ചേട്ടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് 2 കഥകൾ, ഒന്ന് ഒരു പെക്യൂലിയർ സ്റ്റോറി, 2 ഒരു ആത്മബന്ധത്തിന്റെ കഥ. ആദ്യത്തെ പെക്യൂലിയർ സ്റ്റോറി എന്ന് പറയുന്നത്, പല പ്രാവശ്യവും ഗോപാലേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്കൂളുണ്ട് വടകര. അങ്ങനെ ഞാൻ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ പറ്റാതെ വന്ന അവസാനം ഒരു പ്രാവശ്യം എന്നെ പിടിച്ച് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി കോഴിക്കോട്ട് ഇറങ്ങി, അവിടുന്ന് ഒരു കാറിലെടുത്ത് വടകര ചെന്നു. അപ്പോൾ അവിടെ കുട്ടികളെല്ലാം രക്ഷകർത്താക്കളൊക്കെ ഭയങ്കര ഗംഭീരമായ സ്കൂളാണ്. നമ്മളൊന്നും അറിയാത്ത ഒരു ഗോപാലേട്ടനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു. കാര്യം എന്താണെങ്കിലും നമ്മുടെ ഒരു ജന്മം കൊണ്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഏറ്റവും പുണ്യമുള്ള 2 കാര്യങ്ങൾ. ഒന്ന് വിദ്യ കൊടുക്കുക, 2 ശുശ്രൂഷ കൊടുക്കുക. 2ഉം ചെയ്യുന്ന ഒരാളാണ്
ഗോപാലേട്ടൻ. അപ്പോൾ പെക്യുലിയറിസം എവിടെ വരുന്നുള്ള അടുത്ത സ്റ്റെപ്പാണ്. എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു, ഞാൻ പ്രസംഗിച്ചു, കുറേ നേരം സംസാരിച്ചു, ആളുകളെല്ലാം കൈയടിച്ചു, ഞാൻ പോയി ഇരിക്കുന്നു. അപ്പോൾ ഗോപാലേട്ടൻ വരുന്നു, വീണ്ടും മൈക്കിൽ പ്രസംഗം തീർന്നിട്ടില്ല, ഒന്നുകൂടെ പ്രസംഗിക്കുന്നു. അത് ലോകത്ത് നടന്നിട്ടില്ല. ഞാൻ പ്രസംഗിച്ചു, അല്ലല്ല തീർന്നില്ല. ഞാൻ പറഞ്ഞു തീർന്നു, അതൊന്നും അല്ല, വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു പ്രസംഗം. കാര്യം അതൊക്കെ ഗോപാലേട്ടൻ എന്നോടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും അവകാശവും അധികാരവും ഒക്കെ വെച്ചോണ്ടാണ്. വേറൊരാളും നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. ഇനി ആത്മബന്ധത്തിൻ്റെ കഥ. ഞാൻ പണ്ട് ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നു കുറേ കാലം. അപ്പോൾ അവിടെ ചെന്നിറങ്ങുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒരു ഫോൺ കോൾ വരും. ഒന്നുകിൽ ബൈജുവിൻ്റെ അല്ലെങ്കിൽ പ്രവീണിൻ്റെ, മകനും മരുമകനുമാണ്. ആ മോശേട്ടൻ പിന്നെ ചെന്നൈയിലുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്താണ് പ്രവീണെ? ഇന്ന് 7 മണിക്ക് ഒരു സംഭവമുണ്ട്. ഞാൻ എന്താണ് അത്? ഇന്ന് ഗോപാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, മുകേഷേട്ടൻ വരണം. അപ്പോൾ KS ഗോപാൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം കാറുമായിട്ട് വരും. ശരി, അവിടെ ചെന്ന് അടിച്ച് പൊളിക്കുന്നു. പിറ്റേ കൊല്ലം എവിടെ നിന്നുകൊണ്ടൊക്കെ കറങ്ങി അടിച്ച് ചെന്നൈയിൽ വന്നു. 7:30 ആകുമ്പോൾ ഒരു ഫോൺ കോൾ. ചെന്നൈയിലെത്തിയില്ലേ? ആരാ? ബൈജുവാ. ഞാൻ എന്താ ബൈജു? ഇന്ന് ബർത്ത്ഡേ, ഗോപാലേട്ടൻ്റെ ബർത്ത്ഡേ വരണം. അത്ഭുതകരമായിട്ട് ഈ അടുത്ത സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസലായി. ഞാൻ ഭയങ്കര പ്രയാസപ്പെട്ട് പിറ്റേ ദിവസത്തേക്ക് ഒരു ഫ്ലൈറ്റൊക്കെ മേടിച്ചു, ഭയങ്കരമായിട്ട് വിഷമിച്ച് വീണ്ടും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് തിരിച്ചു വന്നു. കട്ടിലിൽ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ പ്രവീണിൻ്റെ. ആ മുകേഷേട്ട സ്ഥലത്തുണ്ടല്ലേ? പറഞ്ഞു കൊണ്ട് എന്ത്? അല്ല, ഇന്ന് ബർത്ത്ഡേ. അത് ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വരും. എനിക്ക് സംശയമുണ്ട്, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചതിൽ ചേട്ടൻ കൈ ഉണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കും. വളരെ സന്തോഷം ചേട്ടൻ. ഞാനിവിടെ ഒരു വഴിപോക്കനായിരുന്നു. ഓണത്തിന് വന്ന് ഒരു അടിച്ചു പൊളിച്ചു പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവരെല്ലാവരും ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ കൊച്ചു കുട്ടികളുടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, അത് ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ആൾക്കാർ ജനം ഇങ്ങോട്ട് പറയുകയാണ്, എന്താ അവർ, എന്തൊരു അത്ഭുതമാണിത്. ഫ്ലവേഴ്സ് TV-യിലൂടെ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് സീസണും ഇത്രയും ഗംഭീരമായിട്ട് ഈ വിസ്താരമായി ഇതൊക്കെ വെച്ചിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മറ്റൊരു പുണ്യം. അപ്പം വിദ്യ, ശുശ്രൂഷ, കല, 3ആയി. ഇനി ഒന്നും വേണ്ട. താങ്ക് യു. എന്തായാലും ചേട്ടൻ നിർമ്മിച്ച പടങ്ങളിൽ നിന്നും കുറച്ച് പാട്ടുകൾ നമ്മുടെ സീസൺ 2-ലെ കുട്ടികൾ ഒരു അർച്ചന പോലെ, ഒരു സംഗീതാർച്ചന ചേട്ടന് ചെയ്യാൻ പോകുന്നു. ചേട്ടൻ ആ സീറ്റ് പോയി.
വിശ്വദിക്കുകളിതാ നിൻ മുന്നിലണയുന്നേ. നൃത്തഗീതികളിന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴികളിതായി മുന്നിലണയുന്നേ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ നിൻ മുന്നിലണയുന്നേ. മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. അനു ചേച്ചി, നമ്മളിപ്പോ നമ്മുടെ ഇവിടുത്തെ ഋത്തിക് റോഷനെ വിളിക്കാൻ പോവാണ്. ആണോ? ഋത്തിക് റോഷൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. വിളിക്കട്ടെ? വെൽക്കം ഋത്തിക് ഓൺ സ്റ്റേജ്. നമ്മുടെ ഋത്തിക് റോഷൻ ഭയങ്കര പാവമാണ് കേട്ടോ. ഓ, ദീപാവലി வாழ்த்துக்கள். நன்றி. ஓ, சபாஷ் சபாஷ். நீ பேசுறது கேட்கறதுக்கு தான் நான் இருக்கு. நீங்க பேசுறது எதிர்பார்த்துட்டு இருக்கோம். കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറ. നിന്റെ ഷോയില് ഇങ്ങനെ ഒരു ആങ്കർ ഉണ്ട്, മീനാക്ഷി എന്നാണ് പേര്. വളരെ സുന്ദരിയാണ്, സുമുഖിയാണ്, സൽസ്വഭാവിയാണ്. സുന്ദരി സുമുഖ സൽസ്വഭാവി. അതൊക്കെ അയ്യോ പ്ലീസ്. ഇത് വന്ന് മീനാക്ഷി ചേച്ചി അല്ല മീനാക്ഷി അക്ക. இது வந்து நல்ல அக்கா. நல்ல அக்கா. நிறைய படத்துல இருக்கு, நடிச்சிருக்கு. ரொம்ப அழகா இருக்கு. நல்ல സ്വഭാവം. അത് മലയാളമല്ലേ? അങ്കിള് തമിഴില് പറഞ്ഞു നോക്കുന്നോ ഋത്തിക്കിന്റെ അടുത്ത്? இல்ல இவனுக்கு எந்த ஊருன்னு கரெக்டா சொல்லுங்க முதல்ல. ചെന്നൈയിல നൊലമ്പൂർ. எங்கடா இருக்குது நொலம்பூர்? 10 வருஷமா அங்கதான் இருக்கு. இப்போ தமிழ் தெரியாதா? தமிழ் கொஞ்சம் கொஞ்சம் தெரியும். கொஞ்சம் கொஞ்சம் தெரியுமா? அப்புறம் என்ன பாஷா தெரியும்? மலையாளம் தானே? മലയാളം, തമിഴ്. அம்மாவுக்கு மதர் டங் മലയാളം தான். മലയാളം തന്നെ. അപ്പം പിന്നെ എന്നെ കഷ്ടപ്പെടുന്ന കണ്ണൂരാണ് അവന്റെ സ്ഥലം. ഇതിന്റെ ഇടയിൽ വേറെ സംശയം, ഗോപാലനെങ്കിൽ എങ്ങനെ ഇങ്ങനെ തമിഴ് സംസാരിക്കുന്നത്? തമിഴ് 1968 മദ്രാസിൽ തന്നെയല്ലേ ഉള്ളത്. 52 വർഷമായി അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവിടെ സെറ്റിൽ ചെയ്ത്, പക്ഷെ താമസം കേരളത്തിൽ. അത് ശരിയോ? ഏത് പാട്ട് മോനെ? പനിനീരുമായി പുഴകൾ നീന്തി വന്ന അത് ഒറ്റയ്ക്കാണോ? അല്ല, സീത ചേച്ചിന്റെ പേര്. ടോപ്പ് സിംഗർ സീതാ ലക്ഷ്മി. സീത എങ്ങനെയുണ്ട് പുതിയ താമസമൊക്കെ? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോണു. പാട്ടൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഋത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത് കേട്ടോ, തട്ടിക്കും. ഓക്കെ.
പുഴകൾ നീന്തി വന്ന കുളിരേ ഒഴുകുന്നു നിൻ കുലുസണിഞ്ഞ കൊഞ്ചലിതിലേ മിഴിയാമലിയ ശലഭവീണകൾ ശ്രുതി മീട്ടുമീ പ്രണയ പൊയ്കയിൽ അലഞ്ഞൊറിഞ്ഞിറങ്ങി വരൂ പനി നീടുമായി പുഴകൾ നീന്തി വന്ന കുളിരേ ഒഴുകുന്നു നിൻ കൊലുസണിഞ്ഞ കൊഞ്ചലിതിലേ പുഴകൾ നീതി വന്ന കുളിരേ ഒഴുകുന്നു നിൻ കൊലുസണിഞ്ഞ കൊഞ്ചലിതിലേ കുരുന്നുകൾ തികഞ്ഞാലും ഇനി എന്നും ശിശിരപ്പൂങ്കുളിരണിയും പനി നീരുമായി പുഴകൾ നീതി വന്ന കുളിരേ ഒഴുകുന്നു നിൻ കൊലുസണിഞ്ഞ കൊഞ്ചലിതിലേ മിഴിയാമലിയ ശലഭവീണകൾ ശ്രുതി മീട്ടുമീ പ്രണയ പൊയ്കയിൽ അലഞ്ഞൊറിഞ്ഞിറങ്ങി വരൂ പനി നീരുമായി പുഴകൾ നീതി വന്ന കുളിരേ ഒഴുകുന്നു നിൻ കൊലുസണിഞ്ഞ കൊഞ്ചലിതിലേ ഋത്തികേ സൂപ്പർ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും അല്ല കോമ്പറ്റീഷന് ഗപ്പ് കിട്ടാൻ വേണ്ടി പാടിയോലിരിക്കുന്നു. മനോഹരമായിരുന്നു. താങ്ക് യു സർ. പിന്നെ എന്താ, ഞാൻ സീതുവിന്റെ അടുത്താ ചോദിക്കുന്നത്, കണ്ടിട്ട് ഒരുപാട് നാളായി. അതെ. അപ്പൊ സീതു എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പാട്ട് ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. ഒരു വലിയ സ്വീകരണമൊക്കെ കഴിഞ്ഞില്ലേ അല്ലേ? അതെ. നാട്ടുകാരെല്ലാം കൂടെ എന്താണ് ഒരു വലിയ ജീപ്പിലോ ലോറിയിലോ? ജീപ്പില് റോഡ് ഷോയില് ഇങ്ങനെ. എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ആ ഫൈനലിൽ പാടിയ പാട്ട് എന്റെ ചെവിയിലിരിപ്പുണ്ട്. ഏത് പാട്ടായിരുന്നു? കുറെ സ്വരങ്ങൾ ഉണർന്നു. സുന്ദരമായിരുന്നു, ഞെട്ടിച്ചളം. സീതാലക്ഷ്മിയുടെ കൂടെ പാടുമ്പോൾ മോന് കുറച്ച് കൂടുതൽ എന്താ പറയേണ്ടത്, പ്രഷർ ഉണ്ടാവും. കാരണം ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ പാട്ട് എന്ന് പറയുമ്പം എല്ലാവരും അതൊരു വേറൊരു
പെർഫെക്ഷൻ ഏറ്റവും കൂടുതൽ അന്നത്തെ ദിവസം ആ കുട്ടിയിലായിരുന്നു തോന്നിയിട്ടാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അപ്പൊ മോൻ പാടുമ്പം എല്ലാവരും മോനെ സ്ട്രെയിറ്റ് കമ്പാരിസൺ ചെയ്യും. അപ്പൊ നമ്മളും അതുമാതിരി തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതാണെങ്കിൽ ഫൈനൽ കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാ, അപ്പൊ വലിയ വ്യത്യാസം എടുത്തു തോന്നുന്നു. പക്ഷെ മോൻ പാടിയപ്പം ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്നല്ലോ, അതിനാദ്യം ഒരു കൈ. എന്തായാലും മോന്റെ പോക്ക് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് എല്ലാത്തിലും. പിന്നെ ഈ തമിഴിന്റെ കാര്യം മോനെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, 10, 14, 15 വർഷം ഞാൻ അവിടെയായിരുന്നു. തമിഴ് ഒരക്ഷരം സംസാരിക്കില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയതിനു ശേഷം കണ്ട തമിഴ് എന്ന് പറയുന്നത് തമിഴ് പകുതിയേ ഉള്ളൂ, കൂടുതലും ഇംഗ്ലീഷ് മിക്സ് തമിഴാ, അങ്ങനെ പ്യൂർ തമിഴില്ല. ഇപ്പൊ ഒരു കടയിൽ ചെന്നാൽ തന്നെ കഴിക്കാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഇവിടെ ചെന്നിരുന്ന് ചേട്ടാ ചായയോ കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്നല്ലേ ചോദിക്കുക. അവിടെ ടീ ഇരിക്കാ, ടിഫിൻ എന്നെ ഇറക്കുക. അപ്പൊ ടിഫിനും ടീയും എല്ലാം ഇംഗ്ലീഷ് തന്നെ. അപ്പൊ ടീ ഇല്ല എന്നാ നോ പ്രോബ്ലം കോഫി കൊടു. അപ്പൊ അതിൽ നോ പ്രോബ്ലം കോഫിയും വന്നു എന്ന് പറഞ്ഞ മാതിരി 1-2 അവിടെ ഇവിടെയൊക്കെ തട്ടിവിട്ടിട്ടുള്ള ജീവിച്ചു പോയ തമിഴാണിത്. പക്ഷെ മോൻ ഇങ്ങനെ പിടിച്ചു നിൽക്കരുത്, കോൺഫിഡൻസ് ആയിട്ട് അങ്ങ് പറയണം. അപ്പൊ പോരെ, എന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. സീതാലക്ഷ്മി ആസ് ഓൾവേസ് ദി ബെസ്റ്റ്. ഗുഡ്. അങ്കിളെ എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നന്നായിട്ടുണ്ട്, നന്നായി. രണ്ടുപേരും വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഓൾ ദി ബെസ്റ്റ് മോളെ, ഗംഭീരമായിരുന്നു, രണ്ടുപേരും ഗംഭീരം. അടുത്തതായിട്ട് നമ്മുടെ വേദിയിലെത്തുന്നു സൂപ്പർ സിംഗേഴ്സ് ഓഫ് ടോപ്പ് സിംഗർ. വെൽക്കം ഓൾ. ഓ സുന്ദരിമണീസ്, ഇതാരൊക്കെയാ ഇത്? എന്താ പരിപാടി? എന്തേനും പരിപാടി? അതെ, എന്തേനും. ഞങ്ങൾ 4 പേരും കൂടെ കിഴക്ക് പൂക്കും മുറിക്കുന്നുണ്ട്. നല്ല ഭംഗി കേട്ടോ കാണാൻ. പാട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. കിഴക്ക് പോകും മുറിക്കിനെന്തൊരു ചൊക ചൊകപ്പാണേ, ഒതുക്കപ്പിൻ കവിളിലെന്തൊരു തൊടു തൊടുപ്പാണേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, കുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ, കൽവിലെത്തി ചൊക ചൊകപ്പാണേ.
അസലായിട്ട് പാടി കേട്ടോ. മൈ ഗോഡ്, അന്തം. ഇത് നമ്മുടെ ഈ വാക്കുകൾ ഫ്ലറഞ്ചി എന്തൊക്കെയുണ്ടല്ലോ, അതൊക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ മൈ ഗോഡ്, തകർത്തു, ടോട്ടലി തകർത്തു. ഇത് എനിക്ക് തോന്നി ഈ ഒറിജിനൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രേയന്റെ വോയിസ് വളരെ ഇഷ്ടമാണ്. പക്ഷെ 4 പേരും ഒരുമിച്ച് പാടിയപ്പോൾ അതിൻ്റെ ഒരു ഫീലല്ലേ, എനിക്ക് തോന്നി ഒറിജിനലും ഇങ്ങനെ തന്നെ വെക്കാമായിരുന്നു എന്ന്. അങ്ങനെ അത്ര മനോഹരമായിരുന്നു. ഇതില് ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ നിങ്ങൾ 4 പേരും ഒരു പാട്ടിൽ ഒരുമിച്ച് പാടിയിട്ടില്ല. 4 പേർക്കും 4 ക്വാളിറ്റീസ് ഉണ്ട്. 4 പല ടൈപ്പ് പാട്ടുകളും കൊണ്ട് തന്നെ വന്നിരുന്ന് പാടി പോവാണ്. അപ്പൊ നമ്മളുടെ അകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ പാട്ട് തന്നെ മറ്റേ കുട്ടി പാടിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒരു സംഭവം. ഇന്ന് ഒരേ ലൈൻ മാറി മാറി പാടുമ്പം ഓരോ ആളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നിയൊരു സംഭവം, ഇതിൽ 4 എണ്ണത്തിൽ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ 2 പേരും പാടിക്കൊണ്ടിരിക്കുമ്പം നമ്മളുടെ ഇടയിലുള്ള ഡിസ്കഷൻ ഞാൻ അനുജിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു, ഈ കുട്ടി ഈ ടൈപ്പ് പാട്ട്, ആ കുട്ടി ആ ടൈപ്പ് പാട്ട്. അപ്പൊ അനുജിക്ക് ഇതിൽ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, എനിക്കിതിൽ വേറെ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. പാട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ 2 പേരും നമ്മുടെ സെലക്ഷൻ മാറ്റി. ഞാൻ പറഞ്ഞു ഇപ്പൊ മറ്റേതാണ്. അപ്പൊ അനുജി പറഞ്ഞു ഇതല്ല ശരിയാ, ഇപ്പൊ എനിക്ക് ഈ കുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വീണ്ടും മാറി. അപ്പൊ അനുജി പറഞ്ഞു അതാണ് 4 ഭയങ്കരമാണല്ലോ. അതിന് വലിയൊരു കയ്യടി. 4 പേരും ഇൻകംപാരബിൾ. അതിന് ഞങ്ങൾ ടോപ്പ് സിംഗർ നിങ്ങൾ 4 പേരെ കുറിച്ച് ശരിക്കും അഹങ്കരിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നതുമല്ല. കലക്കി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാ കാഴ്ചക്കാരും ഒരു അതിശയത്തോടു കൂടിയേ ഇത് കാണത്തുള്ളൂ. കാരണം വെച്ചാല് 4 പേര് മാറി മാറി പാടുന്നു, അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു. പിന്നെ റെക്കോർഡ് എങ്ങനെയാണോ അതിനൊരു പൊടിയും കൂടെ മേളിലാണ് നിങ്ങൾ പാടിയിരിക്കുന്നത്. 4 പേര്, ഒരാളെ ഞാൻ എടുത്ത് പറയുന്നില്ല. ഗോലേട്ടാ, ഞങ്ങളുടെ MS സുബ്ബു ആണത്. ഇത് MSV, MS സുബ്ബലക്ഷ്മി, MSG, അങ്ങനെ ആ MS വെച്ച് തുടങ്ങുന്നവരെല്ലാവരും വലിയ കലാകാരന്മാരും. അതുമല്ല ഹനു, ആന്, അസ്നയൊക്കെ ആദ്യം വരുമ്പോഴത്തേക്ക് ഒരു ഗാനമേള സ്റ്റൈലായിരുന്നു. ഇപ്പൊ ഇതൊക്കെ മാറിയിട്ട് ഇനി ഇങ്ങനെ ആയാലോ, ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതുപോലെ ഇവരെ വെച്ചിട്ട് ഓരോ പെർഫോമൻസ് ആയാലോ എന്ന് വരെ കൊള്ളാം. എന്തായാലും ഗോഡ് ബ്ലസ് യു. നന്നായിട്ട് ടു ഗുഡ്. മക്കളെ, ഒരു പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു, റെക്കോർഡിനെ കാട്ടി 1 ഇഞ്ച് മേളിലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണുമ്പോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കലയും കായികവും രണ്ടും എനിക്ക് താല്പര്യമാണ്. എൻ്റെ തലമുറയിലുള്ള എല്ലാവർക്കും അങ്ങനെയാണ്. ഞാനൊരു നാഷണൽ സ്പോർട്സ് മീറ്റ് കാണുന്ന ഒരു എഫക്റ്റാണ്. സ്പോർട്സ് മീറ്റിലൊക്കെ ലാസ്റ്റ് ആയിരിക്കും റിലേ. PT ഉഷയും റീജ സുരേന്ദ്രനും മേഴ്സിക്കുട്ടനും ഷൈനി വിൽസണും കൂടെ റിലേ ഓടുന്നു. ബാറ്റണും കയ്യിലുണ്ട്. ആരും മോശമല്ല. തുടക്കം മുതൽ തീരുന്നവരെ നമ്മൾ ഗംഭീരം. 4 പേരും അതിമനോഹരമായിട്ട് പാടി. എനിക്ക് തോന്നുന്നത് ഇതൊരു കോമ്പറ്റീഷൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം. വളരെ നന്നായിരുന്നു. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. വളരെ നന്നായിരുന്നു. ഓക്കെ, എന്ത് ഗ്രേഡ് വേണം? അയ്യോ, ഇന്ന് ആഘോഷങ്ങളുടെ രാവാണ്, ഗ്രേഡ് ഇല്ല. വേണേ ഒരു പൂക്കുറ്റി തരാം. ഇരിക്കട്ടെ, എന്ത് പൂക്കുറ്റി വേണം? 4 പേർക്കൂടെ ഒറ്റ ഐഡിയയിൽ ഒരു പൂക്കുറ്റി. ഒരു വൈറ്റ് പൂക്കുറ്റി അല്ലേ? ആടി ഒരു വൈറ്റ് പൂക്കുറ്റി. പാട്ടുകുടുംബത്തിലെ കുഞ്ഞു കൊഞ്ചൽ നാദം, കൊച്ചു പാട്ടുകാരി നമ്മളെ സ്വന്തം മേഘനക്കുട്ടി. ഇത് എന്തിനാ വന്നേ? വിളിച്ചില്ലേ? ഇവിടെ ആരും വിളിച്ചൊന്നുമില്ല. തോന്നിയതാവുന്ന എന്തിനാ വിളിച്ചേന്ന് പറയോ? ഗസ് ചെയ്യോ? മനസ്സിലായില്ല. എന്തിനാ വിളിച്ചെന്ന് മനസ്സിലായില്ലേ? അയ്യോ അങ്കളെ കണ്ടു. ഹലോ, ഏതാ പാട്ട് പാടാൻ പോകുന്നത്? പാട്ട് ഇഷ്ടമല്ലടാ. ഇഷ്ടമില്ല? പാട്ട് ഇഷ്ടമില്ല? അത് ഇഷ്ടമല്ല, അത് ഒരു പാട്ട്. അതെ, ഒറ്റയ്ക്കാണോ പാടുന്നേ? ഒറ്റയ്ക്കല്ല. അതാ ഞാൻ ചോദിച്ചത്, ആരോട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ആരോടാണെന്ന് ചോദിച്ചത്. അതുകൊണ്ടാ. അത് കൗശിക് ചേട്ടന്റെ. കൗശിക് ചേട്ടൻ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാന്ന്. കൗശിക്കിനെ ഇഷ്ടമല്ല? അവനെ വിളിക്കല്ലേ ഇങ്ങോട്ട്? വിളിക്കേ, കൗശിക്കിനെ വിളിക്കേ. ചേട്ടാ ചേട്ടാ. കൗശിക് ചേട്ടാ. കാര്യം ചെയ്യ്, നീ പാടിയിട്ട് നമുക്ക് സംസാരിക്കാം.
എനിക്കിഷ്ടമാണടോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ ഹേയ് കൊച്ചു കള്ളിയേ എടോ എടോ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോൾ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ അയ്യോ അങ്കിളെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? വളരെ സൂപ്പർ സൂപ്പർ. പറയേണ്ട കാര്യമില്ല. പാട്ടിലായിക്കോട്ടെ ആക്ടിലായിക്കോട്ടെ രണ്ടിനും സൂപ്പറാണ്. എം ജി അങ്കിളെ ഒന്നും പറയാനില്ലടാ. കൗശിക നീ അങ്ങ് വിളഞ്ഞു പോയല്ലോടാ. വിളഞ്ഞ വിത്തായല്ല. അവക്ക് ഇഷ്ടമല്ല, അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് വളച്ചെടുക്കണ്ടേ? പക്ഷെ അവളൊരു ഉമ്മ തന്നല്ലോ. അതൊരു പാട്ടിലിരിക്കുന്ന പോലെ ആക്ട് ചെയ്യാൻ വേണ്ടി. അല്ല 2-3 മാസമായിട്ട് ഞാനൊരു ഉമ്മ വെച്ചിട്ട് നീ തന്നു. ഇല്ല, ഈ ഇവന് കൊടുത്തില്ലേ? അത് തരാൻ പറഞ്ഞു. അവൻ നിർബന്ധിച്ചോണ്ടാ. അല്ല അപ്പൊ ഞാൻ നിർബന്ധിച്ചാ എനിക്ക് തരുമോ? എന്റെ കയ്യിലൊരു ഉമ്മ വെച്ചാ മതി. വരട്ടെ. എനിക്കിഷ്ടമാണടോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണ്. ഊന്നേ ഉള്ളൂ. ആന്റിന്റെ അടുത്തൊരു കാര്യം പറയണായിരുന്നു. അതെന്തുവാ? അത് എന്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു. Favorite. ചേച്ചി പാടിയതാണ്. മലർകളെ മലർകളെ ആ അതോ പാട്ട്. ആണോ? ഞാൻ ടിവിയില് പാടിയതാണോ? ഇഷ്ടപ്പെട്ടോ? അറിയോ അത്? ഇച്ചിരി ലൈൻസ് അറിയുള്ളൂ, ഫുള്ള് അറിയില്ല. അതൊന്നും കുഴപ്പമില്ല. ബാക്കി ആന്റി ഉണ്ടല്ലോ കൂടെ നമ്മൾ പാടിത്തരാം. പാടാല്ലേ, ഒരുമിച്ച് പാടാല്ലേ? മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா, ഉരുകിയതേ. പഠിക്കോ പഠിക്കോ. ഉരുകിയതേ വിഴിവെള്ളം. വിണ്ണോടും നീരാൻ മണ്ണോടും നീരാൻ കണ്ണോടും നീരാൻ. ഇഷ്ടപ്പെട്ടോ? ആണോ? അപ്പൊ എനിക്ക് ഏത് ഗ്രേഡ് കിട്ടും? ട്രിപ്പിൾ വാവോ അല്ലെങ്കിൽ ഗോൾഡൻ ക്രൗനോ? അതാ ഞാൻ പറയാന്ന് വിചാരിച്ച ഗോൾഡൻ ക്രൗൺ. അയ്യോ, എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പാട്ടും എല്ലാം ഗംഭീരമാണ്. പക്ഷേ കഥാപരമായിട്ടൊരു കഥ എടുക്കില്ല. കാരണം കിസ് കൊടുത്ത ഒരു ഇമ്മീഡിയറ്റ്ലി ഇഷ്ടമല്ലടാ അങ്ങനെ എന്താ അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇഷ്ടമാണല്ലേ പാടുന്നത്? ഞാൻ വിചാരിച്ച അവള് തരത്തില്ലെന്ന്. അതെ, തന്ന സ്ഥിതിക്ക് പിന്നെ ഇഷ്ടമാണടോ എന്ന് പാടണമായിരുന്നു. പക്ഷെ മുകേഷ് ചേട്ടാ, അത് ഈ ജനറേഷനിന്റെ ഒരു സ്വഭാവം ആണോന്ന് തോന്നുന്നു. എല്ലാം കൊടുക്കും പക്ഷെ ഇഷ്ടമില്ല എന്ന് പറയുന്നു. അല്ലേ? ആണോ? അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു. ഓക്കെ ഓക്കെ, ടാറ്റ. ശരി. ടാറ്റ. ടാറ്റാ. ആ